ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം മഴയുടെ സീസണാണല്ലോ. മഴ വന്നപ്പം അല്പം തണുപ്പൊക്കെ തുടങ്ങി. അപ്പോൾ തണുപ്പ് കാലത്തും മഴക്കാലത്തും ഒക്കെയും ഏത് സമയത്തും കഴിക്കാവുന്ന ഒരു സൂപ്പാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സൂപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. പലരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ സൂപ്പ് പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട്, അങ്ങനെയാണ് ഞാനിന്ന് ഈ സൂപ്പ് ഉണ്ടാക്കുന്നത്. റെസ്റ്റോറൻറ്റിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ ആണ് ഇന്ന് ഞാൻ ഈ സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അത് നമ്മൾ ഏത് സൂപ്പ് വാങ്ങിയാലും വളരെ എക്സ്പെൻസീവാണ്. എന്നാൽ വളരെ കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് ഇത് വളരെ നന്നായിട്ട് തന്നെ, വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇന്ന് ഈ സൂപ്പ് ഉണ്ടാക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. നമുക്ക് സൂപ്പിന് വേണ്ടത്, ഞാൻ 150 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു കപ്പിന് ഞാൻ 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അല്പം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഉപ്പ് നമുക്കിപ്പോൾ ഇടണ്ട. ഇട്ട് കൊടുത്ത് ഇത് ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കാം. ചിക്കൻ വേകുമ്പോഴത്തേന് നമുക്ക് സോസുകൾ മിക്സ് ചെയ്യാം. ഞാൻ 1 സ്പൂണ് സോയാ സോസാണ് എടുത്തിരിക്കുന്നത്. ഇത് ലൈറ്റ് സോയാ സോസാണ്, ഡാർക്കല്ല. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ ചില്ലി സോസ്, റെഡ് ചില്ലി സോസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ പകുതിച്ച് നമുക്ക് ചേർക്കാവുന്ന 1 സ്പൂൺ അത് ഒഴിച്ചു. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇത് ഹോട്ട് ആൻഡ് സോർ ആണല്ലോ, അപ്പം വിനാഗിരി 1 സ്പൂൺ ഒഴിച്ചു. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം. ചിക്കൻ വെന്തു ഒരു 6-7 മിനിറ്റായി. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അധികം വെന്ത് പോയാൽ റബ്ബർ പോലാവും, ആ സോഫ്റ്റ്നെസ് അങ്ങ് പോവും. നമുക്ക് ഈ ചിക്കന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഈ സ്റ്റോക്ക് നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഈ സ്റ്റോക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ചെറുതായിട്ട് നമുക്ക് പിച്ചി ചീന്തി വെക്കാം. ചിക്കൻ പീസസ് ഇതുപോലെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ മുറിച്ചിടാം. ചെറിയ ചെറിയ കഷ്ണമായിട്ട് നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മുറിച്ചിടുക. ചൂടായ പാനിലേക്ക് നമുക്ക് അല്പം ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചതച്ചോ അല്ലെങ്കിൽ തീരെ ചെറുതായിട്ട് അരിഞ്ഞോ നമുക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്. വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും അതിൻ്റെ പച്ച മണം ഒന്ന് മാറുമ്പോൾ നമുക്ക് ഈ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ഒന്നും അധികം മൂത്ത് പോവണ്ട, ഒന്ന് വാടിയാൽ മാത്രം മതി. ഒരു 1/4 കപ്പ് ക്യാരറ്റാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് ക്യാബേജാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതിനകത്ത് ഇടാം. ബീൻസ്, ക്യാരറ്റ്, കാബേജ്, കോളിഫ്ലവർ, ഏത് സബ്ജി വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്ന. ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ ഇലയാണ്, അത് പകുതി ഇട്ട് കൊടുക്കുകയാണ്. അതും ഒരു
കാക്കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ വെജിറ്റബിൾസ് എല്ലാം പെട്ടെന്ന് വേവുന്നതാണ്. കൂടാതെ നമ്മൾ വളരെ ചെറുതായിട്ടാണല്ലോ കട്ട് ചെയ്തേക്കുന്നത്. അതുതന്നെയല്ല അധികം വെന്ത് ഉടഞ്ഞു പോകുന്നതും നല്ലതല്ല. അതുകൊണ്ട് നമുക്കൊരു ഇച്ചിരി ക്രഞ്ചി ആയിട്ടിരിക്കണം. അതുകൊണ്ട് നമുക്ക് സ്റ്റൗ സിമ്മാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തു വെച്ചിരുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മൾ വിനീഗർ, സോസ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിരുന്നല്ലോ, അത് ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സോയാ സോസിൽ ഉപ്പുണ്ട്. അപ്പം നമുക്ക് ഇപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കണം. ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒരു സ്ലറി ഉണ്ടാക്കുക. നല്ലതുപോലെ ഇളക്കുക. ലംസ് ഒന്നും കാണരുത്. തിളച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പിലേക്ക് നമുക്ക് ഈ സ്ലറി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ കുറേശ്ശെ ഒഴിച്ചത് എന്തെന്ന് വെച്ചാൽ നമുക്ക് എത്രമാത്രം തിക്നെസ് വേണം അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഇതെല്ലാം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കോൺഫ്ലവറിൻ്റെ പച്ച ചുവയൊന്ന് പോകണം. നല്ലതുപോലെ ഒന്ന് വേവിക്കണം. നമുക്ക് ഈ സമയം നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണം അതിനനുസരിച്ച് കോൺഫ്ലവർ ഇച്ചിരി വെള്ളം കൂടെ കലർത്തി ഒഴിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ എടുത്തതിൽ നിന്ന് കുറച്ച് ഒഴിക്കുകയോ ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് എത്രമാത്രം തിക്നെസ്. ഞാനിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തിക്നെസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തിക്നെസ്സിലാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് വിനീഗർ, അതുപോലെ തന്നെ സോസ്, ഇതിൻ്റെ എല്ലാ പുളിയും എരിവും എല്ലാം ഒന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ നമ്മൾ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നത്, അതായത് ഇതേ പരുവത്തി വേണം മുറിക്കാനായിട്ട്. അങ്ങനെ അത് ഇട്ട് കൊടുക്കാം. ബാക്കി വന്ന സ്പ്രിംഗ് ഓണിയൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം സെലറി കയ്യിലുണ്ടെങ്കിൽ സെലറി നമുക്ക് ഇടാവുന്നതാണ്. നമുക്ക് ഇട്ട് കൊടുക്കാം. അല്പം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് റെഡിയായി. സൂപ്പ് റെഡിയായി. ഇനി സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. സൂപ്പ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യുവാണ്. ആക്ച്വലി ഇത് ഹോട്ട്, നല്ല ഒരു പുളിയും എരിവും എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുണ്ട് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്നെ വിവരം അറിയിക്കണം. താങ്ക് യു. ഗോഡ് ബ്ലെസ്.